ഓക്കെ, ഒരു കൈ കൊണ്ട് ഇത് പിടിക്കണം, ഇതിവിടെ സ്ഥാപിക്കാം. ഓക്കെ, തിരിച്ചാ സ്ഥാപിച്ചത്? ഇറ്റ്സ് ഫൈൻ, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖാണ്. കുറെ നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, അതായത് നിങ്ങൾ എന്നെ കണ്ടിട്ട് എപ്പോഴത്തെയും പോലെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വരാണ്. അപ്പൊ ഫൈനലി നമ്മൾ ഇട്ട വീഡിയോ, ലാസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടത് ഐ തിങ്ക് നമ്മുടെ DLED കോഴ്സിനെ പറ്റിയിട്ടാണ്. അതിട്ടപ്പോ എന്റെ പൊന്നോ, അടിപൊളി, ഫുള്ള് അതിനെ പറ്റിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. ഞാൻ തുടക്കത്തില് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ധാരണയൊന്നുമില്ല, എനിക്ക് അറിയാന്നുള്ളത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതില് കുറച്ച് എന്താ പറയാ, കുറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല, കുറച്ച് കമന്റ്സിന് മാത്രമേ ഞാൻ റിപ്ലൈ തന്നിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസിലൊക്കെ അതിനെ പറ്റിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. ഇനി എന്തായാലും അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയില്ലേ, അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി മീൻസ് കോഴ്സുമായി റിലേറ്റഡ് ആണെങ്കിലും വർക്കിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യണത്. പിന്നെ ഇത് ഷോക്ക് വേണ്ടി കെട്ടിയതാണ്, കാരണം ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, വീഡിയോയ്ക്ക് ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടിയത്. അല്ലാണ്ട് ഇങ്ങനെ അഴിച്ചാലും കുഴപ്പമില്ലല്ലേ, എന്നാലും കുറച്ചും കൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ കെട്ടിയെന്നേ ഉള്ളൂ. ഓക്കെ, ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എന്റെ ഹെയർ കളർ ചെയ്ത് ഗൈസ്, ഒന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, കാരണം സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. കോളേജൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഫോട്ടോസ്, പിന്നെ അല്ലാണ്ട് എഴുതാനുള്ള കുറെ ഫോട്ടോസ് ഒക്കെ കിടക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട്, ഭയങ്കര സ്റ്റോറേജിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മടി, മെയിനായിട്ട് അതാണ് മടി. ഗാലറി കിടക്കുന്ന ഡിലീറ്റ് ചെയ്യാനും വയ്യ, എന്നാ വീഡിയോയും ചെയ്യാൻ വേണം, അങ്ങനെ ഒരു കണ്ടീഷൻ. സോ ഞാൻ കിടന്നതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഗൈസ്. ഇനി എന്തായാലും ഈ കോഴ്സ് കൂടെ തീരുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇട്ടേക്കണം എല്ലാം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുക, അത് തന്നെ പടി. അപ്പൊ നമ്മുടെ അപ്പൊ ഞാൻ എന്റെ ഹെയർ കളർ ചെയ്തു, അപ്പോ അതിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല, സോറി. അപ്പൊ ഇനി എന്തായാലും കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇടാം. എങ്ങനെയുണ്ട് ഗൈസ്, നല്ല രസമില്ലേ? ഞാൻ പറഞ്ഞ കളറല്ല എനിക്ക് അടിച്ചു തന്നത്, എന്നാലും ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ആൻഡ് പിന്നെ ഞാൻ മൂക്കുത്തി ഗൈസ്, അതും വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ മൂക്കുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ വിശേഷങ്ങൾ, അതായത് എന്റെ കാര്യങ്ങള്. അപ്പൊ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പൊ വോയിസ് കുറച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ അതിന് കാരണം ഇവനാണ് നമ്മുടെ പുതിയ മൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു സംഭവം പരിചയപ്പെടുത്താൻ. അപ്പം ഇത് വാങ്ങിയിട്ടുള്ളത്, ഞാൻ ഇതിൽ കാണിക്കുന്ന ഏകദേശ സാധനങ്ങളും പല ആപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ബട്ട് ഏകദേശ സാധനങ്ങളും മീഷോയിലുള്ളതാണ്. നമുക്ക് നമ്മുടെ അഫോർഡബിൾ ആയ പ്രൈസിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്ന മീഷോയിൽ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏകദേശവും മീഷോയിലുള്ളതാണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഞാൻ ഇതിൽ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, സാധനങ്ങൾ കാണിച്ചു പോവാം, റേറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത്രേ ഉള്ളൂ. കാരണം വീഡിയോ ലെങ്ത് ആക്കിയ സ്റ്റോറേജ് ഇല്ല, അതുകൂടെ. അപ്പൊ ഞാൻ മൈക്കിലോട്ട് വരാം. മൈക്ക് ഇത് വയർലെസ് ആണ്, ആൻഡ് അടിപൊളി മൈക്കാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ഇത് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചാൽ മതി, ഇങ്ങനെ തൊള്ള തുറന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി സംസാരിക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സൗണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പൊ ഇത് വന്നിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട്. ആളിച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് നല്ലതാണ്. മറ്റേ റോഡ് അങ്ങനത്തെ ഒക്കെ അല്ലേ, അതിനെക്കാട്ടിലും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ചെറിയ ചെറിയ കുഞ്ഞു യൂട്യൂബേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു മൈക്കാണ്. ആൻഡ് നമ്മളിപ്പോൾ പുറത്തു പോയാലും നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിന്റെ കൂടെ ഈ ഒരു കേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സംഭവം നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഇതിൽ തന്നെ രണ്ട് സാധനം രണ്ട് മൈക്ക് ഉണ്ട്. ആൻഡ് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, സേഫ് ആണ്. ആൻഡ് ഇതൊരു മൈക്ക് കാണിച്ചു തന്നല്ലോ അല്ലേ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം. ഞാൻ വിചാരിച്ചു ഇത് കാണില്ല, ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണമെന്ന്. പക്ഷെ ഇല്ല ഗൈസ്, ഇതിന്റെ കൂടെ തന്നെ രണ്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു റോ ഉണ്ട് ഇത് വെക്കാനായിട്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒരു കേബിൾ കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിന്ന് കിട്ടുന്നത്. പിന്നെ ഇത് കുറച്ച് കട്ടിയുണ്ട് ഈ ഒരു കേസ് വന്നിട്ട്. അപ്പോൾ താഴെ വീണാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഒരെണ്ണം. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഞാൻ റേറ്റ് ഇവിടെ കൊടുത്തേക്കാം. ബാക്കിയുള്ള മിക്ക പ്രോഡക്ട്സും 500 താഴെയാണ്. പക്ഷെ ഇത് 2000 സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രോഡക്റ്റ്. പിന്നെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷോർട്ട് വീഡിയോസിൽ. ഇത് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് സോപ്പ് കേസ് ആണ്. അതായത് നമ്മളെ സോപ്പ് ഒക്കെ വെച്ചിട്ട് ക്യാരി ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയാ. കാരണം എന്താ വെച്ചിട്ട് നമ്മളിപ്പോ പുറത്ത് പോകുമ്പോഴത്തേനും ട്രാവൽ ചെയ്യണം. നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരുന്നു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി കേസാണ്. ആൻഡ് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇതിന് വേണ്ടിയിട്ട് അതായത് സോപ്പ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറും ഒന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ വെള്ളത്തോടായിരിക്കുമല്ലോ നമ്മളിപ്പോ അവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ അതായത് കവറിനുള്ളിലൊക്കെ വെക്കാം. അത് ഭയങ്കര ഒരു ഇതായിരിക്കും. ബട്ട് ഇത് സെറ്റ് സാധനമാണ്. കാരണം ഇതിനുള്ളിൽ വെച്ചാൽ പിന്നെ വെള്ളം പുറത്തു വരിക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ഈ ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. രണ്ടും പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ അതൊരു എടുത്തു പറയേണ്ട വിഷയമാണ്. കാരണം പെട്ടെന്ന് പൊട്ടാത്ത നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. സാധാരണ മീഷോയില് ചിലതൊക്കെ നമുക്ക് അറിയാം അടിപൊളിയൊന്നും ആയിരിക്കില്ല. അപ്പൊ ഇത് ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. ടൂത്ത് ബ്രഷ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണത് ബ്രഷ് ഇട്ട് വെക്കാനാണ്. സോ മേക്കപ്പ് ബ്രഷസ്. അപ്പോൾ മേക്കപ്പ് ബ്രഷസും നമുക്ക് ഇതിൽ വെക്കാം എന്ന് ഞാൻ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. സോ യെസ്, ഇതും നല്ല ക്വാളിറ്റിയാണ്, കുറച്ച് നല്ല ഭംഗിയുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ്, കാണാനും നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യാനും ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഇത്. ഇതിന്റെയും പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിലായിരിക്കും ഞാൻ എല്ലാം കൊടുക്കുക. എല്ലാം ടപ്പേന്ന് ചെയ്തു പോവാണ്. കാരണം ലെങ്ത് കൂടിയാലും സ്റ്റോറേജ് ഇല്ല, അതാണ് പ്രശ്നം. ഇനി എപ്പോഴാണ് ഞാൻ വരികയെന്നും പറയാൻ പറ്റില്ല. ഇനി മടിച്ചാൽ ഈ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഈ ഒരു വാനിറ്റി ബോക്സ് ആണ്. അതായത് നമ്മുടെ മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബോക്സ് ആണ്, സ്റ്റോറേജ് ബോക്സ് ആണ്. ആൻഡ് ഇത് നല്ല ഭംഗിയുണ്ട്, പേസ്റ്റൽ ഷെയ്ഡാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ് ആണ്. ആൻഡ് ഇത് ഞാൻ അശ്വി ചേച്ചിയുടെ ചാനലിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നി മേടിച്ച ഒരു സംഭവമാണ്. ആൻഡ് ഇത് ക്യാമ്പിന് കൊണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ മേക്കപ്പ്, അതായത് ഫേസിൽ നമ്മൾ ഇടുന്ന സ്കിൻ കെയർ ആവട്ടെ മേക്കപ്പ് ആവട്ടെ എല്ലാം കുത്തി നിറച്ച് കൊണ്ടുപോയത് ഇതിലാണ്. ആൻഡ് അത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് അല്പം കച്ചറായിട്ട് ഇരിക്കുന്നത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് കരി അത് ഇതൊക്കെ കടന്നിട്ട് ഭയങ്കര ഡാമേജ് ആയതാണ്, വേറെ ഒന്നുമല്ല. ഐഷാഡോ പാലറ്റ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടപ്പ്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. എന്നാലും കുഴപ്പമില്ല. അകത്ത് ഇങ്ങനെ കുറെ റോസ് ഉണ്ട്. എനിക്ക് കാണിക്കാൻ ഒരു മടിയില്ല. ഈ ഒരു റോ, പിന്നെ എന്താണ് ഇതുപോലെ വലിയൊരു റോ, പിന്നെ ഈ ഒരു കുഞ്ഞു റോ സിബ് ഉണ്ട്, കാണാം. ഇങ്ങനെ ഒരു കുഞ്ഞു റോ, അടച്ചതാണ് സോറി. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു റോ, പിന്നെ ഇവിടെ 2 കമ്പാർട്ട്മെന്റ് അങ്ങനെ. അപ്പോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു
സ്റ്റോറേജ് ബോക്സ് ആണ്. ആൻഡ് ഫൈനലി പറയുന്നതിന് മുമ്പ് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണിക്കാനുണ്ട്. ദീസ് ആർ ദ പ്രൊഡക്ട്സ്. ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിസ് ബ്യൂട്ടീന്റെ പെൻ ഐലൈനർ ആണ്. ഇത് ഭയങ്കര അടിപൊളിയാ, കാരണം വാട്ടർ പ്രൂഫ് ആണ്, ജെറ്റ് ബ്ലാക്ക് കളർ ആണ്, ആൻഡ് മാറ്റ് ഫിനിഷ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ആണ്. ബട്ട് പെട്ടെന്ന് നമുക്കിത് എന്താണ് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും. ആൻഡ് ഇത് പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലില്ല, തീർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാരണം നന്നായിട്ട് ഉപയോഗിച്ച് തീർത്തതാണ്. എനിക്ക് അത്രയ്ക്ക് നല്ല ഇഷ്ടമുള്ളതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പെൻ ഐലൈനർ. കാണാനും നല്ല ലുക്ക് ഉണ്ട് ആൻഡ് യൂസ്ഫുൾ ആണ്. ഇത് പിന്നെ എന്താ പറയാ, ലോങ് ലാസ്റ്റിക് ആണ്. കാരണം നമ്മളിപ്പോ ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് ഇങ്ങനെ, അതായത് ഒരു പാഡിൽ മേക്കപ്പ് റിമൂവർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വൈപ്പ് ചെയ്താൽ മാത്രമേ റിമൂവ് ആയി കിട്ടുള്ളൂ. അതുവരെ സ്റ്റേ ചെയ്യണതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ് ഇത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിപ്പോഴും തീർന്നിട്ടില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. അലമ്പായിട്ടാണ് ഇരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. ഇതാണ്. അതിന്റെ ഇതിന്റെ ബ്രഷ് വന്നിട്ട് ഇങ്ങനെയാണ്, ഭയങ്കര തിക്കായിട്ടുള്ളതാ. പിന്നെ ഇത് നമ്മുടെ ഐലാഷസ് നല്ല വോളിയം ആയിട്ടും നല്ല ലെങ്ത് ആയിട്ടും തോന്നിക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് 18 hours ലോങ് ലാസ്റ്റ് ചെയ്യും. 18 hours ലോങ് ലാസ്റ്റ് ചെയ്യോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് രാവിലെ കോളേജിൽ പോകുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് പോകുമ്പോൾ വൈകിട്ട് വരെ ഇത് സ്റ്റേ ചെയ്യണതാണ്. അതിൽ 100% ഉറപ്പ് തരാം. അത്രയ്ക്ക് നല്ല ഒരു മസ്കാരയാണ്. ഇതും സെയിം അതുപോലെ തന്നെയാണ്. മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. ഇല്ലെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് വെച്ച്, അതിനെക്കാട്ടിലും നല്ലതാണ് മേക്കപ്പ് റിമൂവർ വെച്ച് കളയുക എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ഐലാഷസ് ഡാമേജ് ആവും, കണ്ണിന് പ്രശ്നം വരും. അപ്പൊ അതിനൊക്കെ നല്ലത് മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്യുന്നതാണ്. ഇത് മാഴ്സിന്റെ ആണ്. മാഴ്സിന്റെ മസ്കാരയാണ്. ഇത് 12 ml ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു, ഇത് തീർത്തിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂ ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ആ മാഴ്സിന്റെ ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. ലോങ് ലാസ്റ്റിക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിഗ്മെന്റഡ് ആണ്. അതിന്റെ അതുപോലെ ഞാൻ കണ്ടെത്തിയ വേറെ ഒരെണ്ണമാണ് മെയ്ബിലിന്റെ ന്യൂയോർക്കിന്റെ ഈ ഒരു ഷെയ്ഡ്. കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഈ ഒരു ഷെയ്ഡ്, ഇത് സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. മെയ്ബിലിന്റെ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാ. ഇത് ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ. ബട്ട് എനിക്ക് എന്താ പറ്റുക എന്ന് വെച്ചാൽ ഞാൻ ഒരു മൂഡില്ലാത്ത പോലെ സംസാരിക്കുന്ന പോലെ തോന്നി, ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ. അപ്പൊ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എടുത്തതാണ് ഈ ഒരു വീഡിയോ. സോ രാവിലെ അപ്ലൈ ചെയ്തത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാ ഇങ്ങനെയാണ്. കുറെ കഴിയുമ്പോൾ ഈ ഒരു കളറാവും, നല്ല മാറ്റ് ആയിരിക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം ഫുഡ് കഴിച്ചാലും പോലെ അങ്ങനെ സ്റ്റേ ചെയ്യണ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആ ഒരു ഇത് ഫൈനലി കാണിക്കാൻ പോകുന്നത് ഈ ഒരു വാനിറ്റി ബോക്സ് ആണ്, അതായത് ഡ്രോയർ ആണ്. ഇതെനിക്ക് നല്ല വർത്തായിട്ട് തോന്നി. ഭയങ്കര റേറ്റ് കുറവാണ്. ഇത് അഫോർഡബിൾ റേറ്റ് ആണ്. ബട്ട് ഇത് ഞാൻ കുറച്ച് വലിയ സൈസാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ റിവ്യൂ ഒക്കെ ഞാൻ എടുത്ത് നോക്കാതെയാണ് മേടിച്ചത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടില്ല, നല്ല ക്യൂട്ടായിട്ട് 3 ഡ്രോയർ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഇതിൽ എല്ലാം നമുക്ക് ഇട്ട് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്തത്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ മീഷോയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് മേടിച്ച സാധനങ്ങള്. ഇനി ഇതിന്റെ ഏതെങ്കിലും ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും കുറഞ്ഞ പ്രൈസിന് ഇതൊക്കെ വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറ്റുമ്പോൾ ഒക്കെ അതിന്റെ ഓരോന്നിന്റെ ലിങ്കും എല്ലാ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാം. ആൻഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അതും മറക്കരുത്. എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം, ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ലവ് യു ഓൾ. ബൈ ബൈ. സീ യു.